ഹായ് ചിൽഡ്രൻ, ഇനി ഞാൻ നിങ്ങൾക്ക് പാർട്ട് 5 കോയൽ കി സിത്താർ എന്ന കവിത പഠിപ്പിച്ചു തരാനായിട്ട് പോവാട്ടോ. എല്ലാവരും പാഠത്തിലേക്ക് ശ്രദ്ധിക്കുക. ഓക്കെ, അപ്പോൾ ഞാൻ പാഠം ഒന്ന് വായിച്ചു തരാം. പാർട്ട് 5 കോയൽ കി സിത്താർ, ഇതാണ് വരികൾ, ശ്രദ്ധിക്കുക കേട്ടോ. ബഠായിനെ കാട്ടി പേട് സേ ലക്കടി ഫിർ ലുഹാർനെ കീച്ചേ താർ സൂഖ തൂമ്പ പേട്ട കേട്ടോ. किया खोखला तीनों चीजें हुई तैयार. नेक्स्ट 7,000 लकड़ी में लगाए नीचे तुम्बा जोड़ दिया. तार काट कर हर कुट्टी से उसका कान मरोड़ दिया. बढ़ाई ने अपने कौशल से सज्जा भी उसकी कर दी. 7,000 लकड़ी में लगाए नीचे तुम्बा जोड़ दिया. तार बांध कर हर कुट्टी से उसका कान मरोड़ दिया. बढ़ाई ने अपने कौशल से सज्जा भी उसकी कर दी. അപ്പം ഇത് ഇപ്പോൾ ഒന്ന് വായിച്ചു തരുവാണ് നിങ്ങൾക്ക് അത് കഴിഞ്ഞതിന് ശേഷം പിന്നെ നിങ്ങൾ പഠിക്കുക കേട്ടോ. 7,000 लकड़ी में लगाए नीचे तोंबा जोड़ दिया. नेक्स्ट पंख लगा कर लगी झूमने कोयल का बन गया सितार. खुशियों से फूली ना समाये देखो उसको बारंबार. पंख लगा कर लगी झूमने कोयल का बन गया सितार. खुशियों से फूली ना समाये देखो उसको बारंबार. തൊട്ട് നിങ്ങളും വായിക്കുക എൻ്റെ കൂടെ കേട്ടോ. पंख लगा कर लगी झूमने कोयल का बन गया सितार. खुशियों से फूली न समाये देखो उसको बारंबार. नेक्स्ट बड़े जतन से थामा उसने पंख मोड़ कर छेड़ा साज. सुर जंगल में लगी गूंजने निकली मधुर मधुर आवाज. അശോക് ചക്രധർ എന്ന് പറയുന്ന കവിയാണ് ഈ കവിത എഴുതിയിരിക്കുന്നത് കേട്ടോ. കോയൽ കി സിത്താർ എന്ന കവിത എഴുതിയിരിക്കുന്നത് അശോക് ചക്രധർ. ബഡി ജതൻ സെ थामा उसने पंख मोड़ कर छेड़ा साज. सुर जंगल में लगे गूंजने निकली मधुर मधुर आवाज. ഓക്കെ, അപ്പോൾ വീണ്ടും ഒന്നും കൂടെ നമുക്ക് നോക്കാം കേട്ടോ. ബഠായിനെ കാട്ടി पेड़ से लकड़ी फिर लुहारने खींचे तार. सूखा तूंबा पेटा किया खोखला तीनों चीजें हुई तैयार. കോയലിന് വേണ്ടി ഒരു സിത്താർ ഉണ്ടാക്കുകയാണ്. സിത്താർ എന്ന് പറഞ്ഞാൽ ഗിത്താറാണ്. കണ്ടോ, കോയലിൻ്റെ കയ്യിലൊരു മ്യൂസിക്കൽ ഇൻസ്ട്രുമെൻ്റ് ഇരിക്കുന്നത് കണ്ടോ, അതാണ് നമ്മുടെ സിത്താർ. അങ്ങനെ പാവം നമ്മുടെ കോയലിന് ഒരു സിത്താർ ഉണ്ടാക്കുകയാണ്. ആദ്യം ആര് എന്തു ചെയ്തു എന്ന് നമുക്ക് നോക്കാം. ബഡായിനെ കാട്ടി പേട് സേ ലക്കടി. ബഡായി ആരാണ്? കാർപ്പൻ്റർ. ജോ ലക്കടി മേ കാം കർനെ വാല, ആരാണോ തടിയിൽ വർക്ക് ചെയ്യുന്ന ആളുകൾക്കാണ് കാർപ്പൻ്റർ എന്ന് പറയുക. കാർപ്പൻ്റർ എന്ന് പറഞ്ഞാൽ മരപ്പണിക്കാരൻ. ഓക്കെ, ബഡായി. അപ്പോൾ ഈ മരപ്പണിക്കാരൻ ആദ്യം എന്ത് ചെയ്തു? കാട്ടി പേട് സേ ലക്കടി. കാട്ടന എന്ന് പറഞ്ഞാൽ ടു കട്ട്, പേട് ട്രീ, സേ ലക്കടി വുഡ് അല്ലേ, ഒരു കഷ്ണം തടി മരത്തിൽ നിന്നും ബഡായിനെ മുറിച്ചെടുത്തു. ബഡായി എന്നെ ചെയ്തു? മരത്തിൽ നിന്നും തടി കഷ്ണം മുറിച്ചെടുത്തു. ഫിർ ലുഹാറിനെ കീച്ചേ താർ. ലുഹാർ എന്ന് പറഞ്ഞാൽ ഇരുമ്പുമായി വർക്ക് ചെയ്യുന്നയാളാണ് ബ്ലാക്ക് സ്മിത്ത്. അതായത് ഇരുമ്പ് പണിക്കാരൻ അല്ലേ, പണിക്കാൻ അങ്ങനെയാണ് പറയുക. ഇരുമ്പ് കൊണ്ടുള്ള കത്തിയൊക്കെ ഉണ്ടാക്കുന്ന ആളുണ്ടല്ലോ, ആ ആൾക്കാണ് ബ്ലാക്ക് സ്മിത്ത് എന്ന് പറയും, ഇരുമ്പിൽ വർക്ക് ചെയ്യുന്ന ആൾ. അദ്ദേഹം എന്തു ചെയ്തു? അദ്ദേഹം ബ്ലാക്ക് സ്മിത്ത് സ്ട്രിങ് എന്ന് പറഞ്ഞാൽ അറിയാലോ, വീണ കമ്പികൾ അല്ലേ, കമ്പി അദ്ദേഹം ഉണ്ടാക്കിയെടുത്തു. ഖീച്ചേ താർ, ആ ബഡായി മുറിച്ചെടുത്ത തടിയിൽ ആര് സ്ട്രിങ് വലിച്ചു കെട്ടി? ലുഹാർ സ്ട്രിങ് വലിച്ചു കെട്ടി. കാരണം ഗിത്താറിന് നിന്ന് സ്വരം കേൾക്കാൻ എന്ത് വേണം? കമ്പികൾ വേണം. താർ എന്ന് പറഞ്ഞാൽ കമ്പികളാണ് സ്ട്രിങ്. ഈ സ്വരം കേൾക്കാൻ വേണ്ടിയിട്ട് വീണയിലും ഗിത്താറിലുമൊക്കെ വലിച്ചു കെട്ടുന്ന കമ്പികൾക്കാണ് താർ എന്ന്
പറയുക കേട്ടോ. അപ്പോൾ ലുഹാർ എന്ത് ചെയ്തു? ബ്ലാക്ക് സ്മിത്ത് ആണ് ലുഹാർ. ലുഹാർ എന്ത് ചെയ്തു? കമ്പി വലിച്ചു കെട്ടി ഈ ലക്കടിയേൽ. ഓക്കെ. सूखा तूंबा पेटा किया खोखला तीनों चीजें हुई तैयार. സൂഖ തൂമ്പ. സൂഖ എന്ന് പറഞ്ഞാൽ ഡ്രൈ ആണ്, ഉണങ്ങിയ. തൂമ്പ പംകിനാണ്, മത്തങ്ങ അല്ലേ? മത്തങ്ങയാണ്, മത്തങ്ങ. തൂമ്പ എന്ന് പറഞ്ഞാൽ മത്തങ്ങയാണ്, ഉണങ്ങിയ മത്തങ്ങ. പേട്ട കിയ ഖോക്കല. ഖോക്കല എന്ന് പറഞ്ഞാൽ ഹോളോ. അത് തുളച്ച് അതിൻ്റെ അകത്തു നിന്ന് കുരുവെല്ലാം മാറ്റി അതിൻ്റെ അകം ശൂന്യമാക്കി എടുത്തു. അപ്പോൾ ഉണങ്ങിയ തൂമ്പ. തൂമ്പ എന്ന് പറഞ്ഞാൽ പംകിൻ. പംകിൻ എന്താണ്? മത്തങ്ങ. മത്തങ്ങ, മുഴുത്ത മത്തങ്ങ, ഉണങ്ങിയ മത്തങ്ങ എടുത്തിട്ട് അതിൻ്റെ അകത്ത് കുരുവെല്ലാം കളഞ്ഞിട്ട് അതിൻ്റെ അകത്ത് ഹോളുണ്ടാക്കി, തുളയുണ്ടാക്കി. ഖോക്കല എന്ന് പറഞ്ഞാൽ ഹോളാണ്. ഓക്കെ. തീനും ചീജയും ഹുയി തയ്യാർ. അങ്ങനെ 3 സാധനങ്ങളും ഇപ്പോൾ തയ്യാറായിരിക്കുന്നു. തീനും ചീജേ, 3 സാധനങ്ങളും തയ്യാറായിരിക്കുന്നു. നമ്മുടെ കോയലിൻ്റെ സിത്താറിന് വേണ്ടിയിട്ടുള്ള 3 സാധനങ്ങൾ എന്താണ്? 1 ലക്കടി, 2 താർ എന്ന് പറഞ്ഞാൽ സ്ട്രിങ്, 3 കോക്കല ചെയ്ത പംകിൻ. ഇത്രയും കാര്യങ്ങൾ ഇപ്പം ഇവിടെ റെഡി ആയിട്ടിരിക്കുകയാണ് കേട്ടോ. അപ്പം നമ്മുടെ സിത്താർ ഉണ്ടാക്കാനുള്ള, കോയലിൻ്റെ സിത്താർ ഉണ്ടാക്കാനുള്ള 3 സാധനങ്ങളും റെഡി ആയി കഴിഞ്ഞു. ഒന്നുകൂടെ നോക്കിക്കേ. അപ്പം ബെഠായിനെ കാട്ടി പേട് സെ ലക്കടി ഫിർ ലുഹാർനെ കീച്ചേ താർ സൂഖ തൂമ്പ പേട്ട കിയാ ഖോക്കല തീനോം ചീസേം ഹുയി തയ്യാർ. മനസ്സിലായല്ലോ? ഒന്നും കൂടി പറഞ്ഞുതരാം. ബെഡായിനെ കാട്ടി പേड़ से लकड़ी फिर लुहार ने खींचे तार सूखा तूंबा पेटा किया खोखला तीनों चीजें हुई तैयार. ओके. नेक्स्ट. 7 तार लकड़ी में लगाए नीचे तूंबा जोड़ दिया तार बांध कर हर कुट्टी से उसका कान मरोड़ दिया बैठाई ने अपनी कौशल से सच्चा भी उसकी कर दी. 7 താർ ലക്കടി മേൽ ലഗായെ. നമ്മുടെ ലുഹാർ ഉണ്ടാക്കിയ സ്ട്രിങ് ഉണ്ടല്ലോ, കമ്പികൾ, ആ കമ്പികൾ ഈ ലക്കടിയിലേക്ക് ചേർത്ത് കെട്ടി. കണ്ടോ വെച്ചിരിക്കുന്നത്? കണ്ടോ? കമ്പിയിലേക്ക്, ലക്കടിയിലേക്ക്, തടിക്കഷ്ണത്തിലേക്ക് ചേർത്ത് വെച്ച് കെട്ടി. നീച്ചെ തൂമ്പ ജോഡ് തീയ. ഈ തൂമ്പ എന്ന് പറയുന്ന വീണയൊക്കെ നിങ്ങൾ എടുത്ത് നോക്കുമ്പോൾ അറിയാം, അതിൻ്റെ അടിയിൽ ഒരു വട്ടത്തിൽ ഉരുണ്ട ഒരു സാധനം ഇരിക്കുന്നത് നിങ്ങൾ കണ്ടിട്ടുണ്ടല്ലേ? അതുപോലെ ഈ മരക്കമ്പിൻ്റെ അടിയിൽ ഈ തൂമ്പ ചേർത്ത് വെച്ചു. ഓക്കെ. അപ്പോൾ അതുപോലെ ഭംഗിയാകാൻ വേണ്ടിയിട്ടാണ് ആ തൂമ്പ ചേർത്ത് വെച്ചത് കേട്ടോ. താർ ബാന്ധക്കർ ഹർ കുട്ടി സെ ഉസ്കാ കാൻ മരോട് ദിയ. അപ്പോൾ ഈ ലക്കടിയിൽ, ഈ തടിക്കഷ്ണത്തിൽ 7 സ്ട്രിങ്സ്, 7 കമ്പികൾ വെച്ച് കെട്ടി. അതിനുശേഷം അതിൻ്റെ അടിയിലായിട്ട് തൂമ്പ ചേർത്ത് വെച്ച് കെട്ടി. പിന്നെ എന്നാ ചെയ്തു? താർ ബാന്ധക്കർ ഹർ കുട്ടീസെ. ഈ താർ, ഈ സ്ട്രിങ് അഴിഞ്ഞു പോകരുതല്ലേ? കണ്ടോ? അതിങ്ങനെ ഓരോ കുട്ടി എന്ന് പറഞ്ഞാൽ പെഗ്ഗാണ്, കുറ്റിയാണ്. അതായത് ഇത് അഴിഞ്ഞു പോകാതിരിക്കാൻ വേണ്ടി, സ്ട്രിങ് അഴിഞ്ഞു പോകാതിരിക്കാൻ വേണ്ടിയിട്ട് ഓരോ സ്ഥലത്തുമായിട്ട് അത് മുറുക്കി കെട്ടിവെച്ചു. കണ്ടോ? അതിലേക്ക് നോക്കിക്കേ, ഇങ്ങനെ ഡിവൈഡ് ചെയ്തതുപോലെ ഇരിക്കുന്നത് കണ്ടോ? അതാണ് ഹർ കുട്ടീസ്. ഓരോ കുട്ടി അവിടെ നന്നായിട്ട് മുറുക്കി കെട്ടിവെച്ചു. കുറ്റിയടിച്ച് ആ സ്ട്രിങ് ഭംഗിയായിട്ട് മുറുക്കി കെട്ടിവെച്ചു. കാരണം ഈ സ്ട്രിങ് അഴിഞ്ഞു പോയാൽ സൗണ്ട് കേൾക്കത്തില്ല. ഓക്കെ. ഉസ്കാ കാൻ മരോട് ദിയ. അതാണ് തമ്മി കൂട്ടിച്ചേർത്ത് വച്ച് കെട്ടി. ബെഠായിനെ അപ്നി കൗശൽ സെ സജ്ജാവി ഉസ്കി കർദി. ബെഠായി എന്ന് പറഞ്ഞാൽ നമ്മുടെ കാർപ്പൻ്റർ തടിയിൽ വർക്ക് ചെയ്യുന്ന ആളാണ് അല്ലേ? അദ്ദേഹത്തിൻ്റെ കൗശലം കൊണ്ട്, അദ്ദേഹത്തിൻ്റെ കഴിവുകൾ കൊണ്ട് ആ താർ വീണ്ടും അദ്ദേഹം അലങ്കരിച്ചെടുത്തു. അദ്ദേഹത്തിൻ്റെ കഴിവ് കൊണ്ട് അത് ഡെക്കറേറ്റ് ചെയ്തു. ഓക്കെ. അപ്പോൾ കവിത നമുക്ക് ഒന്നും കൂടെ വായിക്കാം. എല്ലാവരും ശ്രദ്ധിക്കുക കേട്ടോ. 7 താർ ലക്കടി മേൽ ലഗായെ നീച്ചെ തൂമ്പ ജോड़ दिया तार बांध कर हर कुट्टी से उसका कान मरोड़ दिया बेढ़ाई ने अपनी कौशल से सज्जा भी उसकी कर दी. ओके. नेक्स्ट. पंख लगा कर लगी झूमने कोयल का बन गया सितार खुशियों से
फूले न समाये देखो उसको बारंबार पंख लगाकर लगी झूमने पंख लगाकर ചിറകെടുത്ത് ലഗി ജൂമനെ ഇങ്ങനെ ആടാൻ തുടങ്ങി തൻ്റെ ചിറക് വിരിച്ച് ആടാൻ തുടങ്ങി കോയൽ കാ ബൻ കയാ സിതാർ എന്തുകൊണ്ടാണ് കോയൽ തൻ്റെ ചിറക് വിരിച്ച് ആടാൻ തുടങ്ങിയത് എന്തിനാണ് സന്തോഷം കൊണ്ട് ആടി ഉലയാൻ തുടങ്ങിയത് എന്തുകൊണ്ടാണ് കാരണം കോയലിൻ്റെ സിത്താർ ഉണ്ടാക്കി കഴിഞ്ഞു ബൻ കയാ മെയ്ഡ് കേട്ടോ കോയൽ കാ സിത്താർ ബൻ കയാ നമ്മുടെ കോയലിൻ്റെ കുയിലിൻ്റെ സിത്താർ ഉണ്ടാക്കി കഴിഞ്ഞു पंख लगाकर लगी झूमने കോയൽ കാ ബൻ ഗയാ സിതാർ കോയൽ തൻ്റെ ചിറകുകൾ വിരിച്ച് ആടി ഉലയാൻ തുടങ്ങി കോയൽ കാ ബൻ ഗയാ സിതാർ കുയിലിൻ്റെ ആ സിത്താർ ഗിറ്റാർ ഉണ്ടാക്കി കഴിഞ്ഞു खुशियों से फूली न समाये देखो उनको बारंबार देखो उसको बारंबार खुशियों से फूली न समाये देखो उसको बारंबार खुशियों से फूली न समाये खुशियों से ഫൂലി സന്തോഷം അത് എത്രമാത്രം ഉണ്ടെന്ന് പറഞ്ഞറിയിക്കാൻ പോലും പറ്റുന്നില്ല അത്രയധികം സന്തോഷം ഫൂലിന സമായ എന്ന് പറഞ്ഞാൽ അത്രയധികം സന്തോഷമുണ്ടായി എന്തോരം സന്തോഷം എന്ന് പറയാൻ പറ്റില്ല കേട്ടോ അതിനൊരു അളവില്ല അത്ര അധികമായിട്ട് സന്തോഷമുണ്ടായി खुशियों से फूली न समाये देखे उसको बारंबार ഈ കോയലിൻ്റെ സിത്താർ തൻ്റെ സിത്താറിലേക്ക് നോക്കുമ്പോഴേക്കും കോയിലിൻ്റെ സന്തോഷം പറഞ്ഞറിയിക്കാൻ വയ്യ എത്രമാത്രം സന്തോഷമാണ് അതിനുണ്ടായതെന്ന് പറഞ്ഞറിയിക്കാൻ വയ്യ അത്രയധികമായി അത് ഡാൻസ് ചെയ്യാനും ആടി ഉലയാനും തുടങ്ങി ചിറകുകൾ വിരിച്ച് ആടി ഉലഞ്ഞു തൻ്റെ സിത്താർ ഉണ്ടാക്കി കിട്ടിക്കഴിഞ്ഞപ്പോഴേക്കും അതിന് വളരെയധികം ആനന്ദമായി അതിന് സന്തോഷം അടക്കാൻ പറ്റിയില്ല पंख लगाकर लगी झूमने कोयल का बन गया सितार खुशियों से फूली ना समाये देखो उसको देखे उसको बारंबार ദേക്കേ ഉസ്കോ ബാരംബാർ എന്ന് പറഞ്ഞാൽ ആ കോയലിലേക്ക് വീണ്ടും 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 ഇങ്ങനെ നോക്കും തോറും അതിന് സന്തോഷം കൂടി വന്നു അത്രയധികം സന്തോഷം കുയിലിന് തോന്നി ഓക്കെ അത് ബാരംബാർ എന്ന് പറഞ്ഞാൽ എഗെയിൻ ആൻഡ് എഗെയിൻ വീണ്ടും വീണ്ടും തൻ്റെ സിത്താറിലേക്ക് നോക്കി അതിന് അത്യധികമായി സന്തോഷം തോന്നി നെക്സ്റ്റ് बड़े जतन से थामा उसने पंख मोड़कर चेहरा सज सुर जंगल में लगे गूंजने निकली मधुर मधुर आवाज അശോക ചക്രധർ എന്ന കവിയാണ് ഇത് ഈ കവിത എഴുതിയത് കേട്ടോ അപ്പം വളരെ കഷ്ടപ്പെട്ടു ജതൻസ് എന്ന് പറഞ്ഞാൽ ട്രൈ എന്നാണ് കഷ്ടപ്പെട്ടു കോശിഷ് ട്രൈ വളരെ കഷ്ടപ്പെട്ട് നമ്മുടെ കോയൽ തൻ്റെ സിത്താർ പൊക്കിയെടുത്തു പങ്ക് മോടുക്കർ ചേടാ സാജ് തൻ്റെ പങ്ക് അതിന് വിരലുകളില്ലല്ലോ പങ്കല്ലേ ഉള്ളൂ വീണക്കമ്പികൾ വായിക്കാൻ ഈ സിതാറിൻ്റെ കമ്പികൾ വായിക്കാൻ അതിന് ചിറകല്ലേ ഉള്ളൂ അപ്പോൾ ചിറക് കഷ്ടപ്പെട്ട് മടക്കി കൊണ്ടുവന്ന് അത് തൻ്റെ ഈ സിതാറിൻ്റെ സ്ട്രിങ് നിന്നും സ്വരം പുറത്തേക്ക് ഇട്ടു ആ മ്യൂസിക്കൽ ഇൻസ്ട്രുമെൻ്റ് വായിച്ചു സുർ ജംഗിൾ മേ ലഗേ ഗൂഞ്ചനെ ഈ സ്വരം ഈ ജംഗിൾ കാട് മുഴുവനും അലയടിച്ചു നിക്കിലി മധുർ ആവാജ് അതിൽ നിന്നും മധുരമായ നാദം പുറത്തേക്ക് വന്നു അശോക് ചക്രധർ നിക്കിലി മധുർ ആവാജ് എന്ന് പറഞ്ഞാൽ മധുരമായ സ്വരം ആ കമ്പിയിൽ നിന്നും പുറത്തേക്ക് വന്നു ബഡേ ജിതൻ സെ थामा उसने पंख मोड़कर चेहरा साज सुरजंगल में लगे गूंजने निकली मधुर आवाज വളരെ കഷ്ടപ്പെട്ട് ചിറക് മടക്കി ഈ കോയൽ തൻ്റെ സിത്താർ വായിച്ചു അങ്ങനെ വായിച്ച് ഈ സ്വരം പുറത്തേക്ക് വന്നു ഈ വനം കാട് മുഴുവനും ഈ സിത്താറിൽ നിന്നും പുറപ്പെട്ട സ്വരം അലയടിച്ചു നിക്കലി മധുർ ആവാജ് മധുരമായ സ്വരം ഇതിൽ നിന്നും പുറത്തേക്ക് വന്നു അശോക് ചക്രധർ എഴുതിയ കവിതയാണ് കേട്ടോ അപ്പം എല്ലാവരും വായിക്കുക ഓക്കെ താങ്ക് യു പാർട്ട് 5 കോയൽ കാ സിതാർ ഇതാണ് നമ്മുടെ കുയിലിൻ്റെ കയ്യിലിരിക്കുന്നതാണ് സിത്താർ കണ്ടോ ഈ കാണുന്ന സാധനമാണ് കോക്കല കിയ എന്ന് പറഞ്ഞ സാധനം തൂമ്പ കോക്കല ചെയ്ത് വെച്ചിരിക്കുന്നതാണ് ഇതിൻ്റെ അടിയിൽ വെച്ചിരിക്കുന്നുണ്ടോ ഇതാണ് കേട്ടോ ഇനി
बढ़ाई ने काटी पेड़ से लकड़ी, फिर लोहार ने खींचे तार, सूखा तुम्बा पेटा किया खोखला, तीनों चीजें हुई तैयार। 7 तार लकड़ी में लगाए, नीचे तुम्बा जोड़ दिया, तार बांधकर हर कुट्टी से उसका कान मरोड़ दिया। बढ़ाई ने अपने कौशल से सज्जा भी उसकी कर दी, पंख लगाकर लगी झूमने, कोयल का बन गया सितार, खुशियों से फूले न समाये, देखे उसको बारंबार। बड़े जतन से थामा उसने, पंख मोड़कर छेड़ा साज, सुर जंगल में लगे गूंजने, निकली मधुर मधुर आवाज। अशोक चक्रधर। ओके, बढ़ाई लकड़ी का काम करने वाला, कारपेंटर। लोहार लोहे के काम करने वाला, ब्लैक स्मिथ।